Hi students, let us study about the new chapter that is called photosynthesis in higher plants. So what do you mean by photosynthesis stands for? It is a physico-chemical process. Why it is called physico-chemical process? Sunlight na trap ATP and NADPH produce in the physical process. ATP and NADPH ubhayich unde plants glucose synthesize in the process, chemical process. That's why it is called physico-chemical process. Clear? In photosynthesis, two reaction unde. One light reaction and one dark reaction. Light reaction we photochemical phase light dependent phase എന്നും പറയട്ടോ. അതേപോലെ dark reaction it is also called as biosynthesis phase എന്ന് പറയാം. C3 cycle എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. It is also called as light independent phase. എന്തുകൊണ്ടാണ് light independent phase എന്ന് പറയുന്നത്? നേരിട്ട് ലൈറ്റിനെ യൂട്ടിലൈസ് ചെയ്യില്ല, പക്ഷേ ലൈറ്റ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ATPയും NADPHും ഉപയോഗിക്കും. അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ വഴിയാണ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. ക്ലിയർ? ഇനി ലൈറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഗ്രാനിലാണ്. അത് വേണമെങ്കിൽ ഇവിടെ എഴുതാം നമുക്ക്. സോ ലൈറ്റ് റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ ഗ്രാന. സോ ലൈറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഗ്രാനയിലാണ് നടക്കുക. അതേപോലെ ഡാർക്ക് റിയാക്ഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ സ്ട്രോമയിലാണ് നടക്കുക. സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ഗ്ലൂക്കോസ്. ലൈറ്റ് റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് ATPയും NADPHും ഓക്സിജനും. ക്ലിയർ? ഇനി ലൈറ്റ് റിയാക്ഷൻ രണ്ട് ടൈപ്പ് ഓഫ് സൈക്കിളാണ് നടക്കുന്നത്. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആൻഡ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ വഴി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ATPയും NADPHും ഓക്സിജനും. ഓക്സിജൻ ഗ്യാസ് ആയതുകൊണ്ട് അത് ക്ലോറോപ്ലാസ്റ്റിനെ ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോകും. ക്ലിയർ? പക്ഷേ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇത് പഠിച്ചു വെച്ച ഒരു ക്വസ്റ്റൻ എന്തായാലും വരും കേട്ടോ മക്കളെ. നോക്കിടാ, ATP NADPH ഓക്സിജൻ ആണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ വഴി ഉണ്ടാവുന്നത്. സൈക്ലിക് വഴി എന്താ ഉണ്ടാവുക? ATP മാത്രം ഉണ്ടാവുക. സോ വാട്ട്സ് ദ എൻഡ് പ്രോഡക്റ്റ്? ഓക്സിജൻ എന്തായാലും ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോകുമല്ലോ. എൻഡ് പ്രോഡക്റ്റ് ഏതാ? ATPയും NADPH ആണ്. ഇറ്റ് ഇസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കൂടെ ഓക്സിജനും ഉണ്ട്, പക്ഷേ ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോകും. ക്ലിയർ? അപ്പോൾ ഈ ATPയും NADPH ഉപയോഗിച്ചിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഡാർക്ക് റിയാക്ഷൻ. ക്ലിയർ? Let's go for the universal equation of photosynthesis. And the 6CO2 plus 12H2 in the presence of light and chlorophyll gives C6H12O6 and the glucose ആണ് plus 6O2 plus 6H2O എന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ യൂണിവേഴ്സൽ ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത്. ഓക്കെ, so this is about the equation. Moving to next one, let's go for what you mean by phosphorylation. എന്താ phosphorylation? ADPന്റെ കൂടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കൂടി ചേർന്ന് ATP ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് phosphorylation എന്ന് പറയുന്നത്. I'll repeat again. ADPന്റെ കൂടെ എവിടെ എഴുതുന്നത് കേട്ടോ? ADPന്റെ കൂടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കൂട്ടിച്ചേർത്ത് ATP ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് ഏത്? ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഫോസ്ഫോറിലേഷൻ മൈറ്റോകോൺഡ്രിയയിൽ നടക്കുന്നുണ്ട്, ക്ലോറോപ്ലാസ്റ്റിൽ നടക്കുന്നുണ്ട്. പക്ഷേ ക്ലോറോപ്ലാസ്റ്റിൽ ബിക്കോസ് മൈറ്റോകോൺഡ്രിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ADPന്റെ കൂടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കൂടി ചേർന്ന് ATP ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിലും ADPന്റെ കൂടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കൂടി ചേർന്ന് ATP ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ലൈറ്റിന്റെ പ്രസൻസിലാണ്. ലൈറ്റിന്റെ പ്രസൻസിൽ ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയിട്ട് കൂട്ടിച്ചേർന്ന് ATP ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോഫോസ്ഫോറിലേഷൻ എവിടെ നടക്കുക? ക്ലോറോപ്ലാസ്റ്റിൽ നടക്കുക. ADPന്റെ കൂടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് കൂടി ചേർന്ന് ATP ഉണ്ടാവണമെങ്കിൽ അവിടെ ലൈറ്റിന്റെ പ്രസൻസ് വേണം. ക്ലിയർ? നെക്സ്റ്റ്, this photophosphorylation we say about, there are two type of cycle we say about cyclic photophosphorylation as well as non-cyclic എന്നാണ് ഞാൻ പറഞ്ഞത്. സോ non-cyclic photophosphorylation രണ്ട് സിസ്റ്റമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ ടു സിസ്റ്റം? ഈ ഫിഗർ വെച്ച് പഠിക്കാമല്ലോ മക്കളെ. നോക്കിടാ, ഫോട്ടോ സിസ്റ്റം 2ഉം ഫോട്ടോ സിസ്റ്റം 1ഉം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ എത്ര സിസ്റ്റമാണ് ഇൻവോൾവ് ചെയ്യുന്നത് ചോദിച്ചാൽ രണ്ട് സിസ്റ്റം നമ്മൾ പറയും. PS2 ഉണ്ട്, PS1 ഉണ്ട്. ക്ലിയർ? ഇനി നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെ സമയത്ത് എന്തൊക്കെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ATPയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, NADPHും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഇപ്പൊ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ഇവിടെ ATP പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, NADPHും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻഡ് പ്രോഡക്റ്റ് നമ്മൾ ATPയും NADPHും പറഞ്ഞത്. അതേപോലെ അടുത്ത പ്രോസസ് പറഞ്ഞുതരാം. നോക്കിയേ, സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ ഫോട്ടോ സിസ്റ്റം 2ന്റെ റിയാക്ഷൻ സെന്ററിൽ ഏതാ വേവ് ലെങ്ത്? ആസ് യു നോ ദാറ്റ് ഇഫ് ഇറ്റ് ഇസ് ഫോട്ടോ സിസ്റ്റം 2 ആ റിയാക്ഷൻ സെന്ററിലെ ക്ലോറോഫിലിന്റെ വേവ് ലെങ്ത് 680 നാനോമീറ്റർ ആണ്. അപ്പൊ 680 നാനോമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അവർ എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺ മുകളിലേക്ക് ഇജക്ട് ചെയ്യൂലേ. അപ്പൊ മുകളിലേക്ക് ഇജക്ട് ചെയ്യുന്ന പ്രോസസ് നമ്മൾ അപ് ഹിൽ മൂവ്മെന്റ് എന്നാ പറയാം. ആസ് എ ഇലക്ട്രോൺ മൂവ്സ് അപ്പ് ഇറ്റ് ഇസ് കോൾഡ് അപ് ഹിൽ. അപ്പൊ ഇവിടെ എന്താ വിളിക്കുക? അപ് ഹിൽ മൂവ്മെന്റ്. ബിക്കോസ് ഫോട്ടോ സിസ്റ്റം റിയാക്ഷൻ സെന്ററിലുള്ള ഈ ക്ലോറോഫിലിയെ 680 നാനോമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺ മുകളിലേക്ക് ഇജക്ട് ചെയ്യാണ്. അത് അപ് ഹിൽ മൂവ്മെന്റ് ആണ്. അപ്പൊ മുകളിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഇലക്ട്രോണിനെ താഴേക്ക് മൂവ് ചെയ്യിപ്പിക്കും. ദാറ്റ് ഇസ് കോൾഡ് ഡൗൺ ഹിൽ മൂവ്മെന്റ്. അപ്പൊ ഡൗൺ ഹിൽ മൂവ്മെന്റ് എന്നാൽ ഇലക്ട്രോൺ താഴേക്കാണ് വരുന്നത്. എങ്ങോട്ടാണ് വരുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ കടന്ന് PS1ലേക്ക് എത്തും. അപ്പൊ നോക്കിടാം, PS2 പോയ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് ഡൗൺ ഹിൽ മൂവ്മെന്റ് വഴി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി PS1ലേക്ക് എത്തിയല്ലോ. ഇതേപോലെ ഇവിടെയും ലൈറ്റ് വന്ന് വീഴുമ്പോൾ
PS1 ആയതുകൊണ്ട് റിയാക്ഷൻ സെന്റർ എന്തായിരിക്കും 700 നാനോമീറ്റർ ആണ്. അപ്പൊ ഇവിടെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവൂലേ? ഇലക്ട്രോൺ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ താഴെ നിന്ന് മുകളിലേക്കാണല്ലോ ഇലക്ട്രോൺ പോകുന്നത്. അപ്പൊ ഈ മൂവ്മെന്റ് നമ്മൾ എന്താ വിളിക്കുക? അപ്ഹിൽ മൂവ്മെന്റ് എന്നാണ് പറയാ. ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് അപ്ഹിൽ മൂവ്മെന്റ്. അപ്പൊ അപ്ഹിൽ മൂവ്മെന്റ് വഴി ഇലക്ട്രോൺ എവിടെ എത്തി? ഇലക്ട്രോൺ ആക്സെപ്റ്ററിലേക്ക് എത്തിയല്ലോ. അവിടുന്ന് താഴോട്ടാണ് പോകുന്നത്. താഴോട്ട് പോകുമ്പോൾ ഇതിനെ ഡൗൺ ഹിൽ മൂവ്മെന്റ് എന്നാ പറയാ. അപ്പൊ ഡൗൺ ഹിൽ മൂവ്മെന്റ് വഴി ആർക്കാ കൊടുത്ത ഇലക്ട്രോണെ? NADP-ലേക്കാണ് കൊടുത്തത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? NADP-ക്കാണ് അവസാനം ഇലക്ട്രോൺ കിട്ടുന്നത്. NADP-ക്ക് ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ട്രോമയിലുള്ള ഹൈഡ്രജനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? NADPH ആയിട്ട് റെഡ്യൂസ് ആവും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഹൂ ഇസ് ദ ഫൈനൽ ആക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ? ഓക്കെ, ഇവിടെ നോൺ സൈക്ലിക്കിൽ അവസാനം ഇലക്ട്രോൺ കിട്ടുന്നത് NADP-ക്കാണ്. ആ NADP-ക്ക് ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രോമയിലുള്ള H+നെ ആക്സെപ്റ്റ് ചെയ്ത് അത് NADPH ആയിട്ട് റെഡ്യൂസ് ആവും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നോൺ സൈക്ലിക് നടക്കുമ്പോൾ ഇവിടുന്ന് പോയ ഇലക്ട്രോൺ അവസാനം ഇവിടെ NADP-ലേക്ക് എത്തിയില്ലേ? അപ്പോൾ പോയ ഇലക്ട്രോൺ തിരിച്ചു വരാത്തത് കൊണ്ടാണ് നോൺ സൈക്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ സൈക്ലിക്സ് നടന്ന സമയത്ത് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്തു? ATP ഉണ്ടായി, NADPH ഉണ്ടായി. അതേപോലെ തന്നെ ഇവിടെ നോക്കിയിടാം, PS2 പോയ ഇലക്ട്രോൺ PS1ലേക്ക് എത്തി, ഇവിടുന്ന് പോയ ഇലക്ട്രോൺ NADP-ലേക്ക് എത്തി, പോയ ഇലക്ട്രോൺ തിരിച്ചു വരുന്നില്ല. അവസാനം NADPH ആയി ATP-യും പ്രൊഡ്യൂസ് ചെയ്ത്. പക്ഷെ ഇവിടുന്ന് പോയ ഇലക്ട്രോൺ തിരിച്ചു വരാത്തതുകൊണ്ട് ഇനി അടുത്ത സൈക്കിൾ നടക്കണ്ടേ? അടുത്ത സൈക്കിൾ നടക്കണമെങ്കിൽ ഇവിടെ വീണ്ടും ഇലക്ട്രോൺ വേണ്ടേ? ആ ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും ഓക്സിജനും ഇവോൾവ് ചെയ്യും. അതുകൊണ്ടാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏത് കോംപ്ലക്സ് ആയിട്ടാണ് അസോസിയേറ്റ് ചോദിച്ചാൽ ഫോട്ടോസിസ്റ്റം 2 ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അതായത് തൈലക്കോയിഡിന്റെ മെംബ്രെയിന്റെ ടുവേർഡ്സ് ഇന്നർ സൈഡാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുക. അത് ഫോട്ടോസിസ്റ്റം 2 ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയോ? അപ്പോൾ ഫോട്ടോസിസ്റ്റം 2ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ ആ ഇലക്ട്രോൺ റീഗെയിൻ ചെയ്യാൻ ആരാണ് ഇലക്ട്രോൺ കൊടുക്കുന്നത് ചോദിച്ചാൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺ കൊടുക്കുന്നതെന്നാണ് നമ്മൾ പറയേണ്ടത്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ കൊടുക്കും, അടുത്ത സൈക്കിൾ നടക്കും. ആ ഇലക്ട്രോണിനെ വീണ്ടും NADP ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് NADPH ആവും. ആ സമയത്ത് ATP ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? ഇവിടെ പറയുന്ന ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് ക്ലിയർ ആയി മക്കളെ? സോ ആസ് ദ കേസ് ഓഫ്, അപ്പോൾ എന്തൊക്കെ ഉണ്ടായി? ATP ഉണ്ടായി, NADPH ഉണ്ടായി, ഓക്സിജൻ ഇവോൾവും ചെയ്ത്. ക്ലിയർ? ഏതൊക്കെ സിസ്റ്റമാണ് ഇൻവോൾവ് ചെയ്യുന്നത്? 2 സിസ്റ്റമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ആസ് ദ കേസ് ഓഫ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ അങ്ങനെയല്ല. ഇവിടെ നോക്കിയേ, ഓൺലി 1 സിസ്റ്റം ഇസ് ഇൻവോൾവ്, ദാറ്റ് ഇസ് കോൾഡ് ഫോട്ടോസിസ്റ്റം 1. ഫോട്ടോസിസ്റ്റം 1 മാത്രമാണ് സൈക്ലിക്കലി ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ ഫോട്ടോസിസ്റ്റം 1 ആയതുകൊണ്ട് 700 നാനോമീറ്റർ ആണല്ലോ വേവ് ലെങ്ത്. അപ്പോൾ എന്താണ് എക്സൈറ്റഡ് ആകുമ്പോൾ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ഇലക്ട്രോൺ പോകുമ്പോൾ അപ്പീലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുകളിലേക്ക് പോകണ അപ്പീലാണ്. ഇനി അവിടുന്ന് പ്രൈമറി ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ താഴേക്ക് വരുമ്പോൾ അത് ഡൗൺ ഹിൽ മൂവ്മെന്റ് ആണ്. ഡൗൺ ഹിൽ മൂവ്മെന്റ് വഴി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി തിരിച്ച് ഇലക്ട്രോൺ ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഇജക്ട് ചെയ്ത ഇലക്ട്രോൺ തിരിച്ച് അതേ സിസ്റ്റത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് സൈക്ലിക് എന്ന് വിളിക്കുന്നത്. പോയ ഇലക്ട്രോൺ തിരിച്ചു വരുന്നുണ്ട്. ആ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ കാരണമാണ് ഇവിടെ ATP ഉണ്ടാവുന്നത്. ദാറ്റ്സ് വൈ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ. ഒരേ ഒരു പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവുന്ന ATP ആണ്. അവിടെ NADPH ഇല്ല, ഓക്സിജനും ഇല്ല, ഒന്നുമില്ല. ക്ലിയർ? ഇനി സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഏറ്റവും കൂടുതൽ എവിടെയാണ് നടക്കുന്നത് ചോദിച്ചാൽ സ്ട്രോമ ലാമെല്ലയിലാണ്. എന്തുകൊണ്ടാണ് സ്ട്രോമ ലാമെല്ലയിൽ സൈക്ലിക് മാത്രം നടക്കുന്നത് ചോദിച്ചാൽ സ്ട്രോമ ലാമെല്ലയിൽ PS2 സിസ്റ്റമും ഇല്ല, NADP റിഡക്ടേഴ്സും ഇല്ല. അപ്പോൾ അവിടെ എന്തേ നടക്കുള്ളൂ? സൈക്ലിക് ഫ്ലോ മാത്രമേ നടക്കുള്ളൂ. ബിയോണ്ട് 680 നാനോമീറ്റർ എന്ന് പറയാൻ കാരണം ഒരു PS1 വേവ് ലെങ്ത് 700 നാനോമീറ്റർ ആണല്ലോ. അപ്പോൾ ബിയോണ്ട് 680 നാനോമീറ്റർ കിട്ടുമ്പോൾ അത് സൈക്ലിക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, ATP പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഇസ് കോൾഡ് സൈക്ലിക്. ക്ലിയർ? മൂവിങ് ടു നെക്സ്റ്റ് വൺ അബൌട്ട് കാൽവിൻ സൈക്കിൾ. സോ വെൻ കംസ് ടു ദ കാൽവിൻ സൈക്കിൾ, ഓക്കെ മക്കളെ, വെൻ കംസ് ടു കാൽവിൻ സൈക്കിൾ, നമുക്ക് ആ കാൽവിൻ സൈക്കിൾ ഞാൻ വരച്ച് പറഞ്ഞുതരാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ? സോ വാട്ട് അബൌട്ട് കാൽവിൻ സൈക്കിൾ? ലിസൺ, വിൽ ടേക്ക് കാൽവിൻ സൈക്കിൾ ഇസ് ഓൾസോ കോൾഡ് എ C3 സൈക്കിൾ. വാട്ട് ഇസ് അതർ നെയിം? C3 സൈക്കിൾ എന്ന് പറയാം അല്ലേ? C3 സൈക്കിൾ എന്ന് പറയാം, കാൽവിൻ സൈക്കിൾ എന്ന് പറയാം, ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയാം. അങ്ങനെ കുറേ പേരുകളുണ്ടല്ലോ. 3 സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത്. സോ വാട്ട് ആർ 3 സ്റ്റെപ്സ് ചോദിച്ചാൽ നമ്മൾ പറയും the first step is called carboxylation. The first step is called carboxylation. The second step is called reduction. And the third step is called regeneration of RUBP. Third step is called regeneration of RUBP. Of RUBP. അപ്പോൾ ഈ 3 സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കുക. സോ വാട്ട് ആർ 3 സ്റ്റെപ്പ് വി സ്റ്റഡിഡ് അബൌട്ട്? കാർബോക്സിലേഷൻ, റിഡക്ഷൻ ആൻഡ് റീജനറേഷൻ ഓഫ് RUBP. അപ്പോൾ ആ 3 സ്റ്റെപ്പിലുള്ള കാര്യങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, സോ ഫസ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ കാർബോക്സിലേഷൻ? ഞാൻ എഴുതാൻ കറക്റ്റ് ശ്രദ്ധിക്കണേടാ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വിളിക്കുക? കാർബോക്സിലേഷൻ. അപ്പോൾ കാർബോക്സിലേഷന്റെ സമയത്ത് എന്താ നടക്കുന്നത് നോക്കിയേ, ഒരു RUBP വിച്ച് ഇസ് എ 5 കാർബൺ കോമ്പൗണ്ട്, അത് ഒരു CO2നെ ആക്സെപ്റ്റ് ചെയ്യും. ഇറ്റ് വിൽ ആക്സെപ്റ്റ് 1 CO2 കേട്ടോ. അപ്പോൾ 5 കാർബണിന് ഒരു കാർബൺ കിട്ടിയല്ലോ. അപ്പോൾ 5 കാർബൺ പ്ലസ് 1 കാർബൺ കിട്ടുന്നത് ഏത് എൻസൈമിന്റെ പ്രസൻസിലാണെന്ന് ചോദിച്ചാൽ റുബിസ്കോ എൻസൈമിന്റെ പ്രസൻസിലാണ്. അപ്പോൾ 5 കാർബണിന്റെ കൂടെ ഒരു കാർബൺ കൂടുമ്പോൾ 6 കാർബൺ ആയി.
ഈ 6 കാർബൺ കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് 3 കാർബണും 3 കാർബൺ ആയിട്ട് മാറും. അപ്പൊ എത്ര 3 കാർബണാ? 2 3 കാർബൺ ഉണ്ട്. സോ ദിസ് ഇസ് കോൾഡ് PGA ആൻഡ് ദിസ് ഇസ് കോൾഡ് PGA. അതുകൊണ്ടാണ് പറയണേ ഒരു RUBP ഒരു CO2 ഫിക്സ് ചെയ്യുമ്പോൾ 2 മോളിക്യൂൾ ഓഫ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാവും. ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ കാർബോക്സിലേഷൻ എന്ന് പറയുന്നത്. വാട്ട് വാസ് ദ സ്റ്റെപ്പ് കോൾഡ് ആസ് കാർബോക്സിലേഷൻ. ഇത് ക്ലിയർ ആയോ മക്കള്? ഡൺ. സോ വാട്ട് വാസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? റിഡക്ഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ വിളിക്കുക? റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ നമുക്ക് ഇവിടെ എഴുതുന്നതിന് പകരം നമുക്ക് അവിടെ തന്നെ വരച്ച് പോവാം. റിഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. റിഡക്ഷൻ നോക്കിയേ, 2 PGA 2 മോളിക്യൂൾ ഓഫ് PGAL ആയിട്ട് മാറണം. ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ആയിട്ട് മാറണം. അപ്പൊ ആസിഡ് ആൽഡിഹൈഡ് ആകുമ്പോൾ ഹൈഡ്രജൻ ആക്സെപ്റ്റ് ചെയ്യണ്ടേ? അതാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷന്റെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ 2 ATP ഫോസ്ഫോറിലേഷന് വേണ്ടിയിട്ടും 2 NADPH റിഡക്ഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും. ബിക്കോസ് ATP ഉപയോഗിച്ചിട്ട് ഫോസ്ഫോറിലേഷൻ നടത്തുകയും വേണം, ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് ആസിഡിനെ ആൽഡിഹൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണം. അതുകൊണ്ടാണ് റിഡക്ഷൻ സ്റ്റെപ്പിൽ 2 PGA 2 PGAL ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ 2 ATP ഫോസ്ഫോറിലേഷൻ സ്റ്റെപ്പിലും 2 NADPH റിഡക്ഷൻ സ്റ്റെപ്പിലും യൂസ് ചെയ്യുന്നത്. അപ്പൊ ATP ഫോസ്ഫേറ്റ് എടുത്തു കഴിഞ്ഞാൽ ATP എന്താവും? 2 മോളിക്യൂൾ ഓഫ് ADP ആവും. പ്ലസ് NADPH എന്താവും? 2 മോളിക്യൂൾ ഓഫ് NADP ആവും. ദിസ് സ്റ്റെപ്പ് ഇസ് കോൾഡ് റിഡക്ഷൻ. ദിസ് സ്റ്റെപ്പ് ഇസ് കോൾഡ് റിഡക്ഷൻ. ഇത് ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റീജനറേഷൻ എന്താ? ഒരു PGL 3 കാർബൺ ആണ്. ഇവിടെ 2 മോളിക്യൂൾ ഉണ്ട്. ഒരു PGL 3 കാർബൺ ആണെങ്കിൽ രണ്ടാമത്തെ PGL 3 കാർബൺ ആണ്. അപ്പൊ ടോട്ടൽ 6 കാർബൺ അവൈലബിൾ ആണ്. ബിക്കോസ് 3 into 2 ഓക്കെ. അപ്പൊ 3 into 2 6 കാർബൺ അവൈലബിൾ ആണ്. പക്ഷെ ഇത് റീജനറേറ്റ് ചെയ്യുമ്പോൾ 5 കാർബണേ നമുക്ക് ആവശ്യമുള്ളൂ. RBP 5 കാർബൺ ആണ്. പക്ഷെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കാർബൺ അവൈലബിൾ ആണ്. ഒരു കാർബൺ എക്സസ് ആണ്. സോ വാട്ട് ഹാപ്പൻസ് ദാറ്റ് ഡ്യൂറിംഗ് റീജനറേഷൻ ഒരു കാർബൺ എക്സസ് ആയിട്ടുള്ളത് പുറത്തേക്ക് വന്നോട്ടെ. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനി എന്താ? 2 മോളിക്യൂൾ ഓഫ് PGA കൂടി ചേർന്ന് 1 മോളിക്യൂൾ ഓഫ് RUBP റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരു ATP വേണം. അപ്പൊ ഒരു ATP അവർ യൂസ് ചെയ്യും. അപ്പൊ ATP ഫോസ്ഫേറ്റ് എടുക്കുമ്പോൾ അത് ADP ആവും. അപ്പൊ ചോദിക്കാം എന്തിനാ ATP യൂസ് ചെയ്യുന്നത്? ഇത് ബിസ് ഫോസ്ഫേറ്റ് ആണ്. ബിസ് ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അവർക്ക് ഒരു ഫോസ്ഫേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ഫോസ്ഫേറ്റ് കൂടി കിട്ടിയാലേ ബൈ ഫോസ്ഫേറ്റ് ആവുള്ളൂ. ആ ഫോസ്ഫേറ്റ് ആണ് ATP എടുക്കുന്നത്. അപ്പൊ ATP ട്രൈ ഫോസ്ഫേറ്റ് ആണ്. ഒരു ഫോസ്ഫേറ്റ് ഇവർക്ക് കൊടുക്കുമ്പോൾ ADP ആയിട്ട് മാറും. അപ്പൊ നോക്കിയേ, ഇതാണ് കാൽവിൻ സൈക്കിൾ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്തപ്പോൾ ഒരു ടേൺ ഓഫ് കാൽവിൻ സൈക്കിൾ നടന്നു. നമ്മുടെ ഈക്വേഷൻ എന്തായിരുന്നു? 6 CO2 6 CO2 ഉണ്ട്. അപ്പോൾ ഒരു സൈക്കിളിൽ ഒരു CO2 ഫിക്സ് ചെയ്യുകയാണെങ്കിൽ 6 സൈക്കിളിലാണ് 6 CO2 ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒരു സൈക്കിളിൽ ഒരു കാർബൺ പുറത്തേക്ക് വന്നാൽ 6 സൈക്കിളിലാണ് 6 കാർബൺ വരിക. അതാണ് C6H12O6 ആവുക. അതുകൊണ്ട് നമ്മൾ പറയുന്നത് 6 ടേൺ ഓഫ് കാൽവിൻ സൈക്കിൾ നടന്നാലേ ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഒരു ടേണിൽ ഒരു കാർബൺ, 6 ടേണിൽ 6 കാർബൺ, അത് C6H12O6 ആവും. 6 ടേൺ ഓഫ് കാൽവിൻ സൈക്കിൾ പ്രൊഡ്യൂസസ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ ഒരു ടേണിൽ എന്താ യൂസ് ചെയ്തത്? റിഡക്ഷനിൽ 2 ATPയും റീജനറേഷനിൽ 1 ATPയും. റിഡക്ഷനിൽ 2 ATPയും റീജനറേഷൻ ഇവിടെ എഴുതട്ടെ കേട്ടോ. റീജനറേഷനിൽ 1 ATPയും. അപ്പൊ ഇങ്ങനെ ചോദിച്ചാലോ, ഒരു RUBP റീജനറേറ്റ് ചെയ്യാൻ എത്ര ATP വേണം? 1. ഒരു റിഡക്ഷൻ സ്റ്റെപ്പിൽ എത്ര ATP വേണം? 2 ATPയും 2 NADPHും വേണം. അപ്പോൾ ഒരു കാൽവിൻ സൈക്കിൾ ടോട്ടലി എത്ര വേണം? ഒരു കാൽവിൻ സൈക്കിൾ 2 ATP ഇവിടെയും 1 ATP ഇവിടെയും. ടോട്ടൽ 1 ടേൺ ഓഫ് കാൽവിൻ സൈക്കിൾ യൂട്ടിലൈസസ് 3 ATP പ്ലസ് 2 NADPH. ഇതാണ് ഒരു ടേൺ ഓഫ് കാൽവിൻ സൈക്കിൾ ഉപയോഗിക്കുന്ന ATP. 1 ടേൺ ഓഫ് കാൽവിൻ സൈക്കിൾ ഉപയോഗിക്കുന്ന ATP. അപ്പൊ 6 കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാൻ 6 ടേൺ ആവണ്ടേ? അപ്പൊ 6 ടേൺ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആൻസർ എന്തായിട്ട് മാറും മക്കളെ? നോക്കിടാ. അപ്പൊ 6 ടേൺ എന്ന് പറയുമ്പോൾ ഒരു ടേൺ നമ്മൾ എന്താ ചെയ്യുക? ഒരു ടേണിൽ 3 ATPയും പ്ലസ് 2 NADPHും യൂസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. 6 ടേൺ ആകുമ്പോൾ ഇൻറ്റു 6 ചെയ്താൽ പോരെ? അപ്പൊ ഇൻറ്റു 6 ഇവിടെയും ചെയ്യണം. അപ്പൊ ഇൻറ്റു 6 ഇവിടെയും ചെയ്യണം. അപ്പൊ ടോട്ടൽ ഓഫ് എത്രയാവും? 18 ATP ആവും. 6 × 3 18 ATP അല്ലേ? 2 × 6 12 NADPH ആവും. So 18 ATP and 12 NADPH are required for the formation of 1 molecule of glucose. This is about Calvin cycle. Clear? ഇത് ക്ലിയർ ആയോ? So let's go for the next one. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് 1 ടേണും പഠിച്ചു, 6 ടേണും പഠിച്ചു. So let's go for the next turn. That's about അപ്പോൾ റിഡക്ഷൻ ഞാൻ പറഞ്ഞു, റീജനറേഷനും പറഞ്ഞിട്ട് കേട്ടോ. ഇനി ഹാച്ച് ആൻഡ് സ്ലാക്ക് ഓർ വി സേ അബൌട്ട് C4 സൈക്കിൾ ആണ് പഠിക്കേണ്ടത്. C4 സൈക്കിൾ ഇസ് ഓൾസോ കോൾഡ് ആസ് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്നാണ് നമ്മൾ പറയാം അല്ലെ. C4 സൈക്കിൾ നടക്കുന്നത് C4 പ്ലാന്റ്സിലാണ്. C4 പ്ലാന്റ്സ് ട്രോപ്പിക്കലി അഡാപ്റ്റഡ് പ്ലാന്റ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദം ആർ ട്രോപ്പിക്കലി അഡാപ്റ്റഡ് പ്ലാന്റ് ആണ്. ഹൈ ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യും. ഹൈ ടെമ്പറേച്ചറിൽ നല്ലോണം എന്താണ് പ്രൊഡക്ടിവിറ്റി കൂടും. അവർക്ക് ലൈറ്റ് ഇന്റൻസിറ്റി കൂടിയാലും ഒരു പ്രൊഡക്ടിവിറ്റി കൂടും. അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് C4 പ്ലാന്റ്സ്. C4 പ്ലാന്റ്സിന് സ്പെഷ്യൽ ലീഫ് അനാറ്റമി ഉണ്ട്. അതിനെ ക്രാൻസ് അനാറ്റമി എന്നാ പറയാ. എന്താ ക്രാൻസ് അനാറ്റമി? വാസ്കുലർ ബണ്ടിലിന് ചുറ്റും ബണ്ടിൽ ഷീറ്റ് സെൽ ഉണ്ടാവും. നടുക്കാണ് വാസ്കുലർ ബണ്ടിൽ, Xylem ഫ്ലോയും. അതിന് ചുറ്റും ബണ്ടിൽ ഷീറ്റ് സെല്ല് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രാൻസ് അനാറ്റമി എന്ന് പറഞ്ഞത്. അപ്പൊ ബണ്ടിൽ ഷീറ്റിന്റെ പ്രത്യേകത എന്താ? ബണ്ടിൽ ഷീറ്റ് സെവറൽ ലെയർ ആണ്, തിക് വാൾഡ് ആണ്, അതേപോലെ കുറെ ക്ലോറോപ്ലാസ്റ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് മാത്രമല്ല ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ല, ഇംപെർവിയസ് ടു ഗ്യാസ് എന്നാ പറയാം. ഐ റിപ്പീറ്റ് അഗൈൻ, വാസ്കുലർ ബണ്ടിലിന് ചുറ്റും ബണ്ടിൽ ഷീറ്റ് സെൽ ഉണ്ടാവും. അത് ന്യൂമറസ് സെല്ലാണ്.
സെവറൽ ലെയർ ആണ്, തിക് വാൾഡ് ആണ്, കുറെ ക്ലോറോപ്ലാസ്റ്റ് അതിലുണ്ടാവും. അത് മാത്രമല്ല നമ്മൾ ഇന്റർസെല്ലുലാർ സ്പേസിൽ അത് അറേഞ്ച് ചെയ്യുന്നതാണ് ബണ്ടിൽ ഷീറ്റ് സെൽ. ഇതാണ് ക്രാൻസ് അനാറ്റമി എന്ന് പറയുന്നത്. ഇനി C4 പാത്വേ എന്താന്നുള്ളത് ഞാൻ വരച്ച് പറഞ്ഞുതരാം. C4 പാത്വേ നടക്കുന്ന 2 റീജിയനിൽ വെച്ചിട്ടാണ്. ഒന്ന് we say about mesophyll. One is about mesophyll cell, okay, and second about bundle sheet cell. അപ്പോൾ ഞാൻ ഗ്രീൻ കളറിൽ വരച്ച ഏതാ മീസോഫിൽ സെല്ലാണ്, ഇതേതാ ബണ്ടിൽ ഷീറ്റ് സെല്ലാണ്, ബണ്ടിൽ ഷീറ്റ് സെല്ലാണ്. ഇത് ക്ലിയർ ആയോ? അപ്പോൾ ഈ 2 റീജിയനിലാണ് C4 പാത്വേ നടക്കുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം മക്കളെ. അപ്പോൾ C4 പാത്വേ നടക്കുമ്പോൾ ദ ഫസ്റ്റ് CO2 ആക്സെപ്റ്റ് ചെയ്യുന്നത് PP ആണ്, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി CO2 ആക്സെപ്റ്റ് അവിടെ ആരായിരുന്നു? RUBP ആണ് CO2 ആക്സെപ്റ്റ് ചെയ്ത C3 സൈക്കിളിൽ. അവിടെ ആദ്യം ഉണ്ടായ കോമ്പൗണ്ട് PG ആണ്, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. ഇപ്പോൾ പഠിച്ചില്ലേ? ഏതാ നോക്ക്. ഓക്കെ, ഫസ്റ്റ് ഉണ്ടായ കോമ്പൗണ്ട് ഏതാ? PGA ആണ്. അത് 3 കാർബൺ ആയതുകൊണ്ടാണ് C3 സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? RUBP ആണ് ഫസ്റ്റ് CO2 ആക്സെപ്റ്റ് ചെയ്ത്, റുബുസ്കോ എൻസൈം ആണ് ഇൻവോൾവ് ചെയ്തത്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താ നോക്കിയാൽ മക്കളെ, ഇവിടെ വരുമ്പോൾ ഒരു മിനിറ്റ് ഇടാ, ഇതൊന്ന് സ്ലൈഡ് റിമൂവ് ചെയ്യട്ടെ. ഓക്കെ, ഇവിടെ വരുമ്പോൾ നോക്കിയേ PP C4 പാത്വേയിൽ PP ആണ് പ്രൈമറി CO2 ആക്സെപ്റ്റർ. അത് മീസോഫിൽ സെല്ലിലാണുള്ളത്. ഇവരാണ് CO2 ആക്സെപ്റ്റ് ചെയ്യുക. സോ പ്രൈമറി CO2 ആക്സെപ്റ്റർ PP ആണെന്ന് മനസ്സിലായോ? സോ 3 കാർബൺ, ഒരു കാർബൺ ആക്സെപ്റ്റ് ചെയ്ത് ഇത് 3 കാർബൺ ആണ്. ഇവിടുന്ന് ഒരു കാർബൺ കിട്ടി. സോ 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള 4 കാർബൺ ആസിഡ് ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് ഓക്സലാസ്റ്റിക് ആസിഡ്. ഈ ഓക്സലാസ്റ്റിക് ആസിഡ് എനദർ 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള മാലിക് ആസിഡ് ആയിട്ടോ ആസ്പാർട്ടിക് ആസിഡ് ആയിട്ടോ കൺവേർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്ലാസ്മോഡെസ്മറ്റ വഴി ഈ മാലിക് ആസിഡ് എവിടേക്ക് ട്രാൻസ്പോർട്ട് ആവും? ദിസ് മാലിക് ആസിഡ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ബണ്ടിൽ ഷീറ്റ് സെൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് 4 കാർബൺ ആയിട്ടുള്ള മാലിക് ആസിഡ് ബണ്ടിൽ ഷീറ്റ് സെല്ലിലേക്ക് കയറിയല്ലോ. ഇവിടെ വെച്ചിട്ട് ഈ 4 കാർബൺ എന്ത് ചെയ്യും? ഡീകാർബോക്സിലേഷൻ നടത്തും. എന്താ ഡീകാർബോക്സിലേഷൻ? ദേ റിമൂവ് 1 കാർബൺ കേട്ടോ. അപ്പൊ 4 കാർബണിൽ നിന്നും ഒരു കാർബൺ പോയില്ലേ, ഇനി 3 കാർബൺ കോമ്പൗണ്ട് ആണ് ബാക്കി ഉണ്ടാവുക. അതാണ് പൈറുവേറ്റ് എന്ന് പറയുന്നത്. വാട്ട് വാസ് ഇറ്റ് കോൾഡ് as പൈറുവേറ്റ്? അപ്പൊ കാർബൺ റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പിന് എന്താ വിളിക്കുക? ഡീകാർബോക്സിലേഷൻ. ഇവിടെ വെച്ച് ഡീകാർബോക്സിലേഷൻ നടന്നു. അത് മാലിക് ആസിഡ് 4 കാർബൺ ആയിരുന്നു. അതിന് ഒരു കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറത്തേക്ക് പോയി. 4 കാർബൺ ഒരു കാർബൺ പോയാൽ 3 കാർബൺ ആയിട്ടുള്ള പൈറുവേറ്റ് ഉണ്ടായി. ഇനി പൈറുവേറ്റ് വീണ്ടും ട്രാൻസ്പോർട്ടഡ് ആയിട്ട് എവിടെ കയറും? മീസോഫിൽ സെല്ലിലേക്ക് കയറും. ആ പൈറുവേറ്റ് 3 കാർബൺ ആണ്. അത് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണെങ്കിൽ നോക്കിടാ, പൈറുവേറ്റ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണെങ്കിൽ ഫോസ്ഫേറ്റ് വേണ്ടേ? അപ്പൊ ആ ഫോസ്ഫേറ്റ് എവിടുന്നാ എടുക്കുക? ആ ഫോസ്ഫേറ്റ് എടുക്കുക ATP എന്നാണ്. അപ്പൊ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ഒരു ഫോസ്ഫേറ്റ് ഇവർക്ക് കൊടുക്കും. അപ്പൊ ATP എന്താവും? ADP ആയിട്ട് മാറും. ഇതാണ് C4 പാത്വേ. അപ്പൊ C4 പാത്വേന്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ റിലീസ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിരിക്കുന്ന ബണ്ടിൽ ഷീറ്റിൽ വെച്ചിട്ടാണ്. ഈ ബണ്ടിൽ ഷീറ്റിൽ വെച്ചിട്ട് RUBP നോക്കിയേ, RUBP ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ C3 സൈക്കിൾ നടക്കൂലേ, കാൽവിൻ സൈക്കിൾ നടക്കൂലേ? അതിന്റെ അർത്ഥം ബണ്ടിൽ ഷീറ്റിൽ മാലിക് ആസിഡ് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാൽവിൻ സൈക്കിൾ നടക്കുക. ബിക്കോസ് റുബുസ്ക എൻസൈം RUBPയും C4 പ്ലാന്റ്സിൽ എവിടെയാ കാണുക? ബണ്ടിൽ ഷീറ്റിലാ കാണുക. അതുകൊണ്ടാണ് ചോദിക്കുക, ബണ്ടിൽ ഷീറ്റിൽ വെച്ചിട്ടാണ് C3 സൈക്കിൾ നടക്കുക C4 പ്ലാന്റ്സിൽ. പക്ഷെ സാധാരണ പ്ലാന്റ്സിൽ മീസോഫിൽ സെല്ലിലാണ് നടക്കുന്നത് C3 പ്ലാന്റ്സിൽ. പക്ഷേ C3 സൈക്കിൾ ഡാർക്ക് റിയാക്ഷൻ ഫുഡ് ഉണ്ടാകുന്നത്, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് C4 പ്ലാന്റ്സിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് RUBP റുബുസ്കോ എൻസൈം ഇവിടെയാണ് C3 സൈക്കിൾ നടക്കുക ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ. ക്ലിയർ? സോ ദിസ് ഇസ് അബൌട്ട് ഒരു മിനിറ്റ് മക്കളെ, ചാർജ് ഡൗൺ ആയിട്ട്. സോ ദിസ് ഇസ് അബൌട്ട് C4 പാത്വേ. ക്ലിയർ? ഇതും ക്ലിയർ ആയില്ലേ? സോ ലെറ്റ്സ് ഗോ ഫോർ നെക്സ്റ്റ് വൺ. വാട്ട് യു മീൻ ബൈ photorespiration? When it comes to photorespiration, as you know that ഇത് വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ്. വേസ്റ്റ്ഫുൾ പ്രോസസ് ആണെന്ന് പറയാൻ കാരണം എന്താ? ATP ഉണ്ടാവില്ല, NADH ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇത് ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ് ആണ്. ഈ പ്രോസസ് C3 പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ എഴുതാം. Photorespiration neither it produces എന്താ? ATP പ്രൊഡ്യൂസ് ചെയ്യൂല, NADHും പ്രൊഡ്യൂസ് ചെയ്യൂല, അതേപോലെ തന്നെ ഷുഗർ ഉണ്ടാക്കൂല, ഒന്നും ഉണ്ടാക്കില്ല. ഇത് വേസ്റ്റ്ഫുൾ പ്രോസസ് എന്നാ പറയാ. ഇത് C3 പ്ലാന്റ്സിൽ മാത്രമേ നടക്കുള്ളൂ. C3 പ്ലാന്റ്സിൽ മാത്രമേ ഫോട്ടോറെസ്പിറേഷൻ നടക്കുള്ളൂ. C4 പ്ലാന്റ്സിൽ ഫോട്ടോറെസ്പിറേഷൻ ആബ്സെന്റ് ആണ്. ഇങ്ങനെ ഒരു പ്രോസസ്സേ നടക്കില്ല. എന്താ ഫോട്ടോറെസ്പിറേഷൻ? റുബുസ്കോ എൻസൈമിന് ഓക്സിജൻ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജനേസ് ആക്ടിവിറ്റി കാണിക്കും. പിന്നെ അവിടെ കാൽവിൻ സൈക്കിൾ നടക്കൂല. അതാണ് ഫോട്ടോറെസ്പിറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫോട്ടോറെസ്പിറേഷന്റെ സമയത്ത് ഒരു ലൈൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് റുബുസ്കോ എൻസൈം എന്ന് വിചാരിക്കാം. ഇതാണ് റുബുസ്കോ. ഒരു മിനിറ്റ്. ഇതാണ് റുബുസ്കോ എൻസൈം എന്ന് വിചാരിക്കുക കേട്ടോ. ഈ റുബുസ്കോ എൻസൈമിന്റെ ഇവിടെയാണ് RUBP ഉള്ളത്. അപ്പോൾ CO2ന്റെ അളവ് കൂടുതലും O2ന്റെ അളവ് കുറവാണെങ്കിൽ CO2 ആണ് ഇവിടെ ബൈൻഡ് ചെയ്യുക.
അപ്പോഴാണ് കാൽവിൻ സൈക്കിൾ നടക്കുന്നത്. കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിൾ നടക്കുക. നേരെ തിരിച്ച് ഇവിടെ റുബുസ്കോ എൻസൈം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ റുബുസ്കോ എൻസൈമിന്റെ ഇവിടെ എപ്പോഴും ആരാ ഉണ്ടാവുക? RUBP ആണ് ബൈൻഡ് ചെയ്യുക. ഇവിടെ RUBP ആണ് ബൈൻഡ് ചെയ്യുക. ഇവിടെ CO2ന്റെ അളവ് കുറവും O2ന്റെ അളവ് കൂടുവാണെങ്കിൽ O2 വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോഴാണിത് ഓക്സിജനേസ് ആക്ടിവിറ്റി കാണിക്കുക. അപ്പോൾ ഓക്സിജനേസ് ആക്ടിവിറ്റി കാണിക്കുമ്പോഴാണ് എന്തായിട്ട് മാറുക? ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത്. ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത്. അതിന്റെ അർത്ഥം CO2 വന്ന് ബൈൻഡ് ചെയ്താൽ C3 സൈക്കിൾ നടക്കും. O2 വന്ന് ബൈൻഡ് ചെയ്താൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കും. ക്ലിയർ? So this is about the concept what we studied in photosynthesis. Clear?